ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് അമാവാസി റീഡിംഗ് ആണ്. അതായത് അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സന്തോഷകരമായ വാർത്തകൾ, ശുഭകാര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. 2-3 മൂണോളജി കാർഡ്സും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ റീഡിംഗ് ജനറലാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ ശുഭകാര്യങ്ങളാണ്, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം വരാൻ പോകുന്നത്? ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇത് 8 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ദ മജീഷ്യൻ. സെവൻ ഓഫ് പെൻറ്റക്കിൾസ്. സെവൻ ഓഫ് കപ്സ്. ഏസ് ഓഫ് വാൻസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിൻ്റേതായ ദിവസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ, സന്തോഷത്തിൻ്റേതായ കാര്യങ്ങൾ ഒക്കെയും വരുന്നുണ്ട്. അതുതന്നെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്ത് സന്തോഷങ്ങളാണ് വരുന്നതെന്ന്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഫസ്റ്റ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് അവിചാരിതമായി, അപ്രതീക്ഷിതമായി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു തുടക്കം വരുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിൻ്റേതായ മാറ്റമാണ് നിങ്ങൾക്ക് തുടക്കമായിട്ട് ഇവിടെ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യചക്രം ഒന്ന് മുന്നോട്ട് ഉരുളുകയാണ്, അതായത് ഉയർന്നു പൊങ്ങുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്തുള്ള യാത്ര സഫലമാകുന്നത്. എന്തെങ്കിലും ജോലി നോക്കിയിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ട് അത് സഫലമാകാനുള്ള സാധ്യതയാണ്. അതല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് വരുന്നു, അത് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ചിലപ്പോൾ വീട് വാങ്ങിക്കാനാവാം, അല്ലെങ്കിൽ വിവാഹം നടക്കാനാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള സന്തോഷകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ്? 8 ഓഫ് സോഡ്സ് ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുകയും അതല്ല എങ്കിൽ ഒരുപാട് ശ്വാസം മുട്ടി ചില കാര്യങ്ങളിൽ കഴിയുന്നു. എന്തൊക്കെയോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒന്ന് മോചനം നേടാൻ പറ്റാത്ത ചില കെട്ടുപാടുകളിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ നിഴലുകൾ കാണുമ്പോൾ പേടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഏതൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയോ ചില പരാജയഭീതി അവരെ ഭരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഭരിക്കുന്നു എന്നതുപോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ അപവാദങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടൊക്കെ ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവർ നിങ്ങളെ മോശമായ രീതിയിൽ സംസാരിച്ച് വളരെയധികം നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ എന്ന് കാണുന്നുണ്ട്. സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ജോലിക്ക് ശ്രമിച്ചിട്ട് അത് ശരിയാകുന്നില്ല.
അപ്പോൾ തന്നെയും എന്താണ്, വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാനുള്ള തോന്നലുണ്ടാവുക. മാനസികമായിട്ട് ഒരുപാട് ദുഃഖങ്ങളിൽ കഴിയുന്ന എനർജിയാണ്. മാനസിക പിരിമുറുക്കം നിങ്ങളിൽ ഒരുപാട് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയോ ആരെങ്കിലും ചിലപ്പോൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്ന ഒരവസ്ഥ. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹബന്ധങ്ങളിൽ നിന്നും ഒരു അകൽച്ച വന്നിരിക്കാം. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്ന ഒരു സമയമാവാം. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പക്ഷേ പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ബന്ധനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എനിക്ക് കരകയറണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റാത്ത ഒരവസ്ഥയിലാണെന്നും കാണുന്നുണ്ട്. ചിലരൊക്കെ ഇവിടെ വെളിയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലിക്കും. നിങ്ങൾക്കത് പറ്റുന്ന കാര്യമേ ഉള്ളൂ. സാധിച്ച് കിട്ടും. കാരണം ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിച്ച് കിട്ടും. കാരണം ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദ സ്റ്റാറാണ്, കണ്ടില്ലേ. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ മജീഷ്യൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ശ്വാസം മുട്ടി കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി വിമ്മിഷ്ടപ്പെട്ട് കഴിയുന്ന, ബുദ്ധിമുട്ടി കഴിയുന്ന ഈ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ വെളിയിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം സ്റ്റാർ എനർജിയാണ്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് നിങ്ങൾക്ക് താരമാകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യത്തിലായാലും സാമ്പത്തികപരമായ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം നിങ്ങൾക്ക്, കാരണം ഫസ്റ്റ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് നേട്ടങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. 10 ആണ് ഇവിടെ നമ്പർ. നിങ്ങൾക്ക് 1ലേക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റാർ വന്നിരിക്കുന്നത്. 1+7 8 ആണല്ലോ. ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ ശനിദോഷമൊക്കെ മാറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിലേക്ക് വരാൻ കഴിയും. മറ്റു പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ഉയർച്ച വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നുണ്ട്. മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് കൂടുതലായിട്ടും കടന്നു വരുന്നു എന്നുള്ളതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടതാണ്. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ജോലി നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. അതല്ലെങ്കിൽ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അത് തന്നെയാണ്, സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നീങ്ങുന്നു. ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് മുന്നോട്ട് കടക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല സ്റ്റാറിൻ്റെ അവസ്ഥയും അതുതന്നെയാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ സാമ്പത്തികം വന്നില്ല എങ്കിൽ പോലും നിങ്ങളിലേക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അതുതന്നെയാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, സാമ്പത്തികപരമായ അഭിവൃദ്ധി. ഈ ഒരു അഭിവൃദ്ധിയിലൂടെ ചിലപ്പോൾ നിങ്ങളിവിടെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള സാധ്യതയാണ്. ഏസ് ഓഫ് വാൺസ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ നിങ്ങൾ പലരും മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആക്കുന്ന ഒരു എനർജിയിലേക്ക് വരികയാണ്. അതുവഴി നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനുള്ള ആ ഒരു ബുദ്ധി ലഭിക്കുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനുള്ള ബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നുണ്ട്. ഫിനാൻസ് പരമായ കാര്യങ്ങളിലേക്ക്, മെറ്റീരിയൽ വേൾഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അവിടെയും നിങ്ങൾക്ക് ഉയർച്ചയാണ് വരാൻ പോകുന്നത്. സാമ്പത്തികപരമായ നല്ല ഉയർച്ച, ജോലി കിട്ടാനുള്ള സാധ്യത, മറ്റുള്ളവരെ ഹീൽ ചെയ്യുക. അപ്പോൾ നല്ലൊരു ഹീലർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നല്ലൊരു ഹീലറിൻ്റെ എനർജിയാണ്. ടീച്ചറാവാം, നഴ്സാവാം, ഡോക്ടറാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും മറ്റുള്ളവരോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാനും അവരെ അതിലൂടെ മുന്നോട്ട് നയിക്കാനും കഴിവുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
സാമ്പത്തികമായ അഭിവൃദ്ധിയും പ്രത്യേകിച്ചും വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ പാടുപെട്ടിട്ട് അല്ലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കുകയാണ്. അതുവഴി പ്രശസ്തി ആർജിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ കഴിയും. അതുപോലെയുള്ള എനർജി നിങ്ങളിലേക്കും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എത്രമാത്രം പരാജയപ്പെട്ടിരുന്ന ചില അവസരങ്ങളാണോ ഉള്ളത്, അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. പുതിയൊരു തുടക്കത്തിലേക്ക് തന്നെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവാം. എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് നിങ്ങൾക്കൊരു ലാഭത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചില കാര്യങ്ങളിലേക്ക് ഉള്ള നോക്കിയിരിപ്പാണ്. ഒരു ചെടി നട്ടിട്ട് അതിന് വളർന്നു വരുന്നോ എന്നുള്ള ഒരു നോട്ടം ഉണ്ടല്ലോ, ആ ഒരു ദൃഷ്ടിയിലേക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെയും അത് തന്നെ പെൻറ്റക്കിൾ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പലർക്കും ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നതായിട്ട്, ഒരു പുരോഗതി വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ പിരിഞ്ഞു പോയവർ വരാനുള്ള എനർജി ആവാം. അവർ വരുന്നോ എന്നുള്ള കാത്തിരിപ്പാവാം. ഇത് ക്ഷമയോടുകൂടി എത്രമാത്രം ക്ഷമിക്കാവോ അത്രമാത്രം ക്ഷമയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെയും ഇവിടെ കാത്തിരിക്കുന്നു എന്ന് പറയാം. ഇവിടെ അതുപോലെ 7 ഓഫ് കപ്സ് ആണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ജോലിക്കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾക്കായാലും ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മൈൻഡ് കുറച്ച് നെഗറ്റീവാണ്. എന്ത് വേണമെന്നറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം. അതിനെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകും. കാരണം ഇവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം അത് സെലക്ട് ചെയ്തിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകും. പുതിയൊരു തുടക്കം പലർക്കും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ദൈവാനുഗ്രഹമാണ്. ഇവിടെ കണ്ടില്ലേ, സെലക്ട് ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, അവസരങ്ങൾ വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പുതിയതായിട്ട് തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ, ഇവിടെ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ തുടക്കം കുറിക്കുന്നു. ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ ഇവിടെ കണ്ടില്ലേ, പുതിയ തുടക്കമാണ്. ഇവിടെ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ബിസിനസ് ആവാം, പുതിയൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവച്ചിരുന്നതാവാം, നേരത്തെ തന്നെ നിങ്ങളിപ്പോൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാവാം. ചിലപ്പോൾ പുതിയ വീട് വാങ്ങിക്കുന്നതാവാം, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്നതാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ തിങ്സ് വാങ്ങിക്കുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള, ഇപ്പോഴാണ് അതിനുള്ളൊരു കഴിവ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് നിങ്ങളുടെ ബുദ്ധി കൂടുതലായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനായിട്ടാണ് മറ്റ് പല സത്യങ്ങളെയും അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ടും അതുവഴി സ്പിരിച്വലായിട്ട് മുന്നോട്ട്, സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ തുടങ്ങേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. അതാണ് നമുക്കിനി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് അതിനായിട്ട് ഒറക്കിൾ കാർഡ്സ് എടുക്കാവേ. എന്താണ് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരുന്നതെന്ന് നോക്കാം. ഏത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നതെന്ന് കണ്ടോ? ഇവിടെ വന്നിരിക്കുന്നത് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളിൽ തന്നെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന ഇവിടെ അത് തന്നെയാണ്, കണ്ടില്ലേ ഈ ഒരു എനർജി. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് വേണ്ട, അതിൽ നിന്നും മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
എപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പാസ്റ്റിലെ നെഗറ്റീവ് എനർജി മാത്രം നിങ്ങളിൽ തങ്ങി നിൽക്കും. നിങ്ങൾക്കൊരു ഉയർച്ച വരില്ല. ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ എന്താണ്? പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആ എനർജിയെ മുഴുവനും നിങ്ങൾ കളയേണ്ടതായിട്ടുണ്ട്. റിമൂവ് ചെയ്ത് കളയുക. നിങ്ങളുടെ മൈൻഡിൽ നിന്നും അത് ഡിലീറ്റ് ആക്കണം. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു ഹാർമണി ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നപ്പോഴും ഞാൻ പറഞ്ഞത്, സ്റ്റാറിൻ്റെ എനർജി വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വെയിറ്റ് ചെയ്യുന്ന എനർജി നിങ്ങളിലേക്കിവിടെ വരുന്നുണ്ട്. ഐക്യത്തോടു കൂടി. കണ്ടില്ലേ? ഹാർമണിയാണ്. പരസ്പര സ്നേഹത്തോടു കൂടി മുന്നോട്ട് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹത്തോടു കൂടി പോകാൻ സാധിക്കും. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ആ ബന്ധം കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുവഴി കൂടുതൽ സന്തോഷം, ഹാപ്പിനെസ് നിലനിർത്താൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ്. കണ്ടില്ലേ? നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും നല്ല ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് കാണുന്നത്. നല്ല ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എക്സിസ്റ്റൻസ് ആണ്. കണ്ടില്ലേ? ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു നിലനിൽപ്പ് വരുന്നു എന്നുള്ളതാണ്. സ്ഥിരമായ ഒരു നിലനിൽപ്പ്, സ്ഥിരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിന് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ, നല്ല ഒരു ജീവിത ശൈലിയിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഉയർച്ചയിലേക്ക് പോകാനുള്ളതാണ്. ഇവിടെ സ്റ്റാറിനെ പോലെ തിളങ്ങാനുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ജഡ്ജ്മെൻ്റ് ആണ് വരുന്നത്. നമുക്ക് ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോഴെന്താണ്? പുതിയൊരു തുടക്കം തന്നെയാണ് ഇവിടെ. നിങ്ങളിലേക്ക് എന്താണ്? ഒരു നീതി ലഭിക്കുന്നു, വിധിന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു പഴയ ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള, കണ്ടില്ല ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനായിട്ട് ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖ, കണ്ട ആർക്കേഞ്ചൽ ഗബ്രിയേൽ ഇവിടെ കാഹളമൂതുകയാണ് നിങ്ങളെ നല്ല ഒരു ജന്മത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി. പാസ്റ്റിലെ ഒരുപാട് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ആ പാസ്റ്റിൽ കിടന്നിരുന്ന ഒരുപാട് നരകയാതന അനുഭവിച്ചിരുന്ന ആ ഒരു ലൈഫിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഈ ഗബ്രിയേൽ മാലാഖ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫിലേക്കാണ് നിങ്ങൾക്ക് ഇനി പോകാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് രണ്ടാമതൊരു ജന്മത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ അതുപോലെ തന്നെ മൂണോളജി കാർഡ്സാണ് ഞാൻ എടുത്തിരുന്നത്. മൂണോളജി നോക്കാം നമുക്കിപ്പോൾ. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. നിങ്ങളുടെ സക്സസിൻ്റെ കീ എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഡൻസ് ആണ്. ആത്മവിശ്വാസം കൂടെ വേണം. എന്തുണ്ടെങ്കിലും പറ്റില്ല, ആത്മവിശ്വാസം വേണം. ഏറ്റവും അത്യാവശ്യം അതാണ്. വിശ്വാസമല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് നല്ല ഒരു ഉറച്ച വിശ്വാസം വേണം. യൂണിവേഴ്സിലൊരു വിശ്വാസം വേണം. ഈ പറയുന്ന കാര്യങ്ങളിലൊരു വിശ്വാസം വേണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെയും ഒരു വിശ്വാസം വേണം. നിങ്ങളിലുള്ള നിങ്ങളെ നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായോ? അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. തീർച്ചയായിട്ടും ഇവിടെ എന്താണ് പറയുന്നതെന്നറിയാവോ? മെഡിറ്റേഷൻ ചെയ്യൂ. ധ്യാനം. ഇങ്ങനെ ആ ധ്യാനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. മനസ്സിലായോ? എത്രമാത്രം സമയം നിങ്ങൾക്ക് അതിനായിട്ട് ചെലവഴിക്കാൻ പറ്റുന്നു അത്രയും സമയം നിങ്ങൾ ധ്യാനത്തിനായിട്ട് കണ്ടെത്തൂ. മെഡിറ്റേഷന് വേണ്ടി കണ്ടെത്തൂ. അതാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരുന്നത് എന്നാണ് ഇവിടെ ന്യൂമോൺ എനർജിയാണ് ഇൻ പൈസസ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ മറ്റുള്ളവരോട്, അത് തുറന്ന് പറയുക. അല്ലാതെ ഉള്ളിലടക്കി വെച്ചിരുന്നുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, ഉള്ളിലടക്കി പിടിച്ചിരിക്കുകയാണ്, ശ്വാസം മുട്ടുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ എന്താണ്? കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ആശയവിനിമയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആശയം മറ്റൊരാളിനോട് വിനിമയം ചെയ്യുക. അപ്പോൾ ഈ ആശയവിനിമയത്തിലൂടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ സാധിക്കും. തുറന്നുള്ള സംസാരം. അതിനായിട്ട് മെഡിറ്റേഷൻ ഏറ്റവും നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ?
അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്ക് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ 7 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നു. ത്രീ ഓഫ് കപ്സ്, the lovers, three of wands. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ പലർക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലാണെന്ന് കാണുന്നുണ്ട്. ഡബിളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നെഗറ്റീവ് എനർജിയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്, ഇവിടെയും അത് തന്നെ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഇതിനെല്ലാം നിങ്ങൾക്ക് കളയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 7 ഓഫ് സോർഡ്സ്, ഇവിടെ എന്തോ നിങ്ങളിലേക്ക് ചീറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു ചീറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്. ഇതൊക്കെ കാണുമ്പോൾ, ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ചീറ്റിംഗ് എനർജി വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യം. അപ്പോൾ ഈ ആരെങ്കിലും നിങ്ങളോട് അടുത്തുകൂടി പ്രണയം നടിക്കുക, അടുത്തുകൂടി സാമ്പത്തികം ചോദിക്കുക, അപ്പോൾ പഞ്ചാര വാക്കുകൾ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. സൂക്ഷിക്കാനായിട്ടൊരു മുന്നറിയിപ്പ് ഇവിടെ യൂണിവേഴ്സ് തരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ ചിലപ്പോൾ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെട്ടെന്നാണ് കബളിപ്പിക്കൽ പറ്റുന്നത്. അങ്ങനെ അതുകൊണ്ട് അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്ന മുന്നറിയിപ്പ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നല്ല മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ അവരെ വിചാരിക്കുന്ന, അവരെ സ്മരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ്, 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. വെറുതെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കാൻ പാടില്ല. അനാവശ്യകരമായ ചില കാര്യങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് നെഗറ്റീവായ എനർജി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. കാത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരും. കാരണം തൊട്ടടുത്ത് തന്നെ എന്താണ്, ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ക്ഷമയോടുകൂടി ഇവിടെ കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ഷമയില്ലാതെ ഒരുപാട് ആവേശത്തോടുകൂടി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, അത് നിങ്ങൾ പലർക്കും ഇവിടെ വന്നു ചേരുന്ന എനർജിയാണ് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവർ അടുത്ത് കൂടുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടേതായ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന പല കാര്യങ്ങളുണ്ടാവാം. അതൊന്നും നിങ്ങൾ എല്ലാവരോടും തുറന്ന് സംസാരിക്കരുത്. എല്ലാവരോടും എപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഈ ഒരു സംസാരം ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിന് കാരണമാകുന്നത്. അതുകൂടി പ്രത്യേകം സ്മരിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറയും. പക്ഷേ അത് അവർക്ക് പെട്ടെന്നാണ് അവരുടെ നെഗറ്റീവ് ചിന്ത നമ്മളിലേക്ക് പാസ്സാകുന്നത്. നെഗറ്റീവ് എനർജി, അവർക്ക് നെഗറ്റീവ് ചിന്തയുണ്ടാകുന്നു. അതിൽ നിന്ന് വളരെയധികം നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ സന്തോഷം അപ്പാടെ കെട്ടുപോകും. മനസ്സിലായോ?
അവർ അതുവഴി സന്തോഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾക്കിപ്പോൾ വിദേശത്ത് പോകാനുള്ള സമയമായിരിക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് എല്ലാവരോടും നടന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാറായോ, അത് നിങ്ങൾ എല്ലാവരോടും പറയാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ചില നല്ല വിവാഹങ്ങൾ ഒക്കെ വന്നു, പെട്ടെന്നായിരിക്കാം ചിലപ്പോൾ വിവാഹം വന്നത്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുക നമ്മൾ സന്തോഷം കൊണ്ട് മറ്റുള്ളവരോട് പറയും, പക്ഷെ അത് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ നടന്നു കിട്ടില്ല. അങ്ങനെ അനുഭവമുള്ളവർ ഒരുപാട് പേർ കാണുമല്ലേ. അപ്പോൾ ഇത് വളരെയധികം സത്യസന്ധമായ ഒരു കാര്യമാണ്. ഈ ഒരു നെഗറ്റീവ് എനർജി മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളിലേക്ക് പെട്ടെന്നാണ് പാസ്സാവുന്നത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. എത്ര സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞാലും അന്യരോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. എല്ലാം അടുത്ത് കഴിയുമ്പോൾ മാത്രം പറയുക. അതിനുള്ള പരിഹാരവും കൂടെ കണ്ടെത്തുകയും വേണം. അപ്പോൾ ഇവിടെ കണ്ടില്ല, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നിട്ട് അതിലൂടെ ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അവരെ മാനസികമായിട്ട് ഹീൽ ചെയ്യാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വരാതിരിക്കില്ല. നിങ്ങൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം സമൃദ്ധി നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, പച്ചപ്പ് നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്കിപ്പോൾ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു ക്യൂനായിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും. മറ്റുള്ളവർ അതേപോലെ നിങ്ങളെ കാണുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റും. ഇവിടെ 8 ഓഫ് സോർഡ്സ്, പലരും പല വിഷമകരമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് കാണാനുണ്ട്. അഴിക്കാൻ പറ്റാത്ത ചില കെട്ടുപാടുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. സ്വന്തം മുഖം പോലും കാണുമ്പോൾ പേടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ. എനിക്കിനി ഒരു രക്ഷയില്ല ഈ ജീവിതത്തിൽ നിന്നും, എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയമാണിത് എന്നൊക്കെ ചിന്തിക്കുന്ന, അബദ്ധം ഒരുപാട് പറ്റിയിട്ടുണ്ട് എന്നാലും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ നിലവിളിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചില ആൾക്കാരുടെ എനർജിയുടെ. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്നും പുറത്തേക്ക് വരാൻ പറ്റും. കാരണം ഇവിടെ ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ദ ലവേഴ്സ്, ഇതൊരു ദൈവികമായ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് അല്പം പിണങ്ങി മാറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ചിലർ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. ചിലരാണെങ്കിലോ വരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നവരും ഉണ്ടാവാം. ചിലർ മറ്റുള്ളവരുടെ അനാവശ്യകരമായ കാര്യങ്ങളിൽ മുഴുകി ഇരിക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അവരുടെ ബന്ധനത്തിലേക്ക് നീണ്ടു പോവുകയാണ്. അവരുടെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ മുന്നോട്ട് വരണം, സന്തോഷം അനുഭവിക്കണം. ഇവിടെ 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സന്തോഷം അനുഭവിക്കേണ്ടതായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അത് ഏതെങ്കിലും തരത്തിലുമാവാം, ഏത് തരത്തിലുമാവാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ മറ്റ് ആരുടെയെങ്കിലും ഇടപെടലുകൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലുകൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം മുന്നോട്ട് വരാവുന്നതാണ്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ദൈവാനുഗ്രഹത്തിലേക്കാണ് വരുന്നത്. ദൈവികമായ ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഇവിടെ പിരിഞ്ഞു പോയ പാർട്ട്ണർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. പിരിഞ്ഞുപോയ പാർട്ട്ണർ നിങ്ങൾക്ക് തോന്നാം അവർ നിങ്ങളുടെ സോൾമേറ്റ് ആയിരുന്നു എന്നൊക്കെ തോന്നാം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും, വരാതിരിക്കില്ല. എത്രയായാലും എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും എങ്ങനെയൊക്കെ വഴക്കിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയാലും നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനുള്ള വ്യക്തിയാണോ അവർ തീർച്ചയായിട്ടും എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളിലേക്ക് തിരികെ വരും, വരാതിരിക്കില്ല. മറ്റെന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും അവർ പോയത്. ഉടനെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെന്നൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ സോൾമേറ്റാണോ, നിങ്ങളുടെ ആത്മബന്ധമുള്ള വ്യക്തിയാണോ, അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. കാരണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ കൂടിച്ചേരുമ്പോഴുള്ള ആ ഒരു ദൈവാനുഗ്രഹമുണ്ടല്ലോ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ പിന്നീടേ കഴിയുകയുള്ളൂ. അത് അവർക്ക് മനസ്സിലാകും.
അതുകൊണ്ട് അവർ തിരികെ വരും. വീണ്ടും നിങ്ങൾ യൂണിയനായിട്ട് മുന്നോട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് തന്നെ പോകും. ഇവിടെ കാത്തിരിപ്പാണ്, 3 ഓഫ് വാൻഡ്സ് കാത്തിരിപ്പാണ്. ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ദൃഷ്ടിയൂന്നി ഇങ്ങനെ നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു ജോലിയാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യമാവാം, ചിലപ്പോൾ ചില വ്യക്തികളെ കാത്തിരിക്കുകയാവാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാവാം, ചിലപ്പോൾ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഉയർച്ച കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏതെങ്കിലും സാഹചര്യത്തിലോ വ്യക്തിക്കോ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വരാതിരിക്കില്ല. കാരണം ഇവിടെ ദൈവികമായ ഒരു കൂടിച്ചേരൽ വരുന്നുണ്ട്. ഈ ഒരു അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഇത് മെറ്റീരിയൽ വേൾഡിലായാലും ഫിസിക്കൽ വേൾഡിലായാലും, അഥവാ ഇനി ഫിനാൻസ് പരമായ കാര്യങ്ങളിലായാലും, അഥവാ ഇനി സ്പിരിച്വൽ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു യൂണിയൻ വരാതിരിക്കില്ല. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഒറാക്കിൾ കാർഡ്സ് എടുത്ത് നോക്കാവേ. സൈലൻസ്, സക്സസ്, ട്രസ്റ്റ്. ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഗൈഡൻസ് ആണ്. കണ്ടല്ലേ, ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ആണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് കാര്യങ്ങളെല്ലാം. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട് ജീവിതത്തിൽ. ഒരുപാട് തടസ്സങ്ങൾ. എല്ലാവരുടെയും ജീവിതം എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതിനെ മറികടക്കുന്നത് എങ്ങനെയെന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനിക്കേണ്ടത് അവരവരുടെ കടമയാണ്. അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്ഷമയോടുകൂടി ഒരു കാര്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റും എങ്കിൽ, ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ, ക്ഷമയോടുകൂടി സംസാരിക്കാൻ പറ്റുമെങ്കിൽ, പോസിറ്റീവായ രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, പോസിറ്റിവിറ്റിയെ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ, വിശ്വസിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് വരൂ. ഉണർന്ന് പ്രവർത്തിക്കണം, വിശ്വസിക്കണം. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ഒരു സക്സസ് വരുന്നത്. സൈലൻസ്, പലരും ഇവിടെ സൈലൻറ്റ് മോഡിലായിരിക്കാം. ഈ സൈലൻസിനെ മറികടന്ന് നിങ്ങളിലേക്ക് സന്തോഷം വരുന്ന എനർജിയാണ്, സക്സസ് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? യൂണിവേഴ്സിലുള്ള ഉറച്ച വിശ്വാസം, യൂണിവേഴ്സിനോട് മാപ്പപേക്ഷിക്കാൻ നിങ്ങൾക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക്. തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് തരാതിരിക്കില്ല. നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാതിരിക്കില്ല. നമുക്കിനി നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. കണ്ടില്ലേ? ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഫസ്റ്റ് ഫയലിൽ ആദ്യം തന്നെ വന്നിരുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. കണ്ടില്ലേ? നിങ്ങളുടെ ഈ ഭാഗ്യചക്രം കറങ്ങി വരും ഇങ്ങനെ, അല്ലെങ്കിൽ ഉയർന്നു തന്നെ നിൽക്കും, ഉയർന്നു പൊങ്ങും. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ, നിങ്ങൾക്ക് ജോലിയാണോ ആഗ്രഹിക്കുന്നത്, ബുദ്ധിപരമായിട്ട് നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമാണോ, അതല്ല മറ്റെന്തെങ്കിലും ഭൗതികപരമായ കാര്യങ്ങളാണോ, വീടാണോ, വാഹനമാണോ, എന്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. നിങ്ങൾക്കിത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിംഗ് ആണിത്.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പുതിയ തുടക്കം ഇവിടെ വരാൻ പോകുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ, ഈ നെഗറ്റിവിറ്റി എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസത്തോടുകൂടി മുന്നോട്ട് വരൂ. അപ്രതീക്ഷിതമായി പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കില്ല എന്നാണ്. അതുപോലെ ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ആക്ഷൻ. കണ്ടില്ലേ, ഇതൊരു സമയമാണ്, ആക്ഷൻ എടുക്കാനുള്ള സമയമാണ് ഇപ്പോഴെന്നാണ് കാണുന്നത്. ഏരിയസ് എനർജി കൂടുതലായിട്ട് വന്നിരിക്കുന്നു, കണ്ടല്ലേ, ന്യൂ മൂൺ എനർജിയാണിത്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താണ് നിങ്ങളിവിടെ ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഓർമ്മിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതൊരു കാര്യത്തിനും നിങ്ങളിപ്പോൾ ആക്ഷൻ എടുത്തോളൂ. പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നല്ലേ ഇവിടെ പറയുന്നത്. ഇവിടെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ, പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയമായി. പഴയ ചില സ്വഭാവങ്ങളെ തന്നെ നിങ്ങൾക്ക് മാറ്റാനുള്ള സമയമായി. എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടോ? മിഥ്യാധാരണകളുണ്ടോ? ഒബ്സഷൻസ് ഉണ്ടോ? വല്ലാത്ത അഭിനിവേശം പല കാര്യങ്ങളിലും ഉണ്ടോ? നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടോ? ഇതൊക്കെ നിങ്ങളിൽ നിന്നും മാറ്റേണ്ട സമയമായിട്ടുണ്ട്. മാറി വരുമ്പോൾ, മാറ്റി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ കർമ്മ റിലീസായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് സക്സസ് വരും. ഈ പറഞ്ഞ സക്സസ് അപ്പോൾ നിങ്ങളിലേക്ക് വരും. ഇതുപോലെയുള്ള യൂണിയൻ നിങ്ങളിലേക്ക് വരും. സ്പിരിച്വൽ യൂണിയൻ നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. അതിനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ. വെറുതെ ഇരിക്കരുത്, ആക്ഷൻ എടുക്കണം. മനസ്സിലായോ? അപ്പോൾ മാത്രമാണ് സക്സസ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. കണ്ടില്ല, ഇവിടെ ഒരു ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് ആണ്, ന്യൂ മൂൺ. ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പരാജയം അനുഭവിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വിജയത്തിലേക്ക് വരുന്നുണ്ട്. പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് വരാതിരിക്കില്ല. ഇവിടെ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്, നിങ്ങളുടെ സ്കോർപ്പിയോ ആണ്. എന്നിട്ട് നിങ്ങളെന്താ വെറുതെ ഇരിക്കാൻ പാടില്ല. വെറുതെ ഇരുന്നുകൊണ്ട് ഒന്നും നിങ്ങളിലേക്ക് വരില്ല. വെറുതെ മനസ്സിന് അലസത കൊടുക്കരുത്. നെഗറ്റീവായതിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പാടില്ല. നെഗറ്റീവ് അടിച്ചിരിക്കരുത് ഒന്നിനും. എനിക്കിത് സാധിക്കും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പേടിയുണ്ടല്ലോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പലരിലും കാണാം, എനിക്കിവിടുന്ന് മുന്നോട്ട് വരാൻ പറ്റില്ല, എനിക്കെന്നും ഈ ഒരു അവസ്ഥയാണ്, എനിക്കെന്നും ദുഃഖങ്ങളിൽ തന്നെ കഴിയേണ്ടി വരും. പല കാര്യങ്ങൾ കൊണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അഥവാ ഫിനാൻസ് കാര്യങ്ങളുണ്ട്, മറ്റു പല കാര്യങ്ങളിലും ഒരു ഭയം നിങ്ങളെ ഭരിക്കുന്ന ഒരവസ്ഥ കാണും. അപ്പോൾ അവിടെ നിന്നും ആ ഒരു ഭയമുണ്ട് എങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ, ചിലപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ കാണില്ലായിരിക്കും, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും അത് അങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. ഒരു വിഷമായിട്ട്, ഒരു ടോക്സിക് എനർജിയായിട്ട് അതവിടെ ഉണ്ടായെങ്കിൽ അതിനെ നിങ്ങൾ ഹീല് ചെയ്ത് കളയണം. നിങ്ങൾ അതിനെ ഹീല് ചെയ്യുക, അതിനെ അവിടുന്ന് ഡിലീറ്റ് ആക്കുക. മനസ്സിലായോ? എത്രയും പെട്ടെന്ന്. അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ള പേടി ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് അതിനെ കളയണം. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പുതിയൊരു വ്യക്തിയായിട്ട് മാറും. മനസ്സിലായി? നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയാവാൻ കഴിയും. ഒരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. ഈ പറയുന്ന സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. വെറുതെ പറഞ്ഞതുകൊണ്ടൊന്നും വരില്ല. മനസ്സിലായി? ഒരു വീഡിയോ കണ്ടതുകൊണ്ടൊന്നും വരില്ല നിങ്ങളിലേക്ക്. ചിലപ്പോൾ പറയുന്നത് ഒത്തിരി കാലം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ കമൻ്റ് ഇടാൻ ബാധ്യസ്ഥരാവുന്നത്? എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ മനസ്സിൻ്റെ അലസതയാണ്. നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതികളിലൂടെയാണ് അത്തരം ഒരു കമൻറ്റ് കൊണ്ടിടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി തന്നെ നിങ്ങൾക്ക് മാറ്റാനുള്ള സമയമായിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുവർത്തിച്ച് നോക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ ഇതുവഴി നിങ്ങൾ മുന്നോട്ട് പോയി നോക്കൂ. ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ഒന്നും വരില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതിനുള്ള സമയമാണിപ്പോൾ. ഉള്ളിലെ പേടി കളയാൻ ശ്രമിക്കുക. എന്നിട്ട് മുന്നോട്ട് ധൈര്യത്തോടു കൂടി വരിക. ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരിക. സ്വയം മോട്ടിവേറ്റ് ചെയ്ത് തന്നെ വരൂ. അപ്പോഴാണ് നിങ്ങളിലേക്ക് സക്സസ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
അല്ലാത്തവർ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.